നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുറിച്ച് നമ്മൾ ഇനിയെങ്കിലും അധികം അങ്ങനെ പുകഴ്ത്തുപാട്ടുകളൊക്കെ എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയധികം എന്ന വാർത്ത ചെയ്യേണ്ട എന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ചെയ്യാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ ശ്രദ്ധിക്കപ്പെടുത്താതിരിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. കാരണം രാഹുൽ എന്ന വ്യക്തി, രാഹുൽ എന്ന MLA അദ്ദേഹത്തിന്റെ പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മമാരെ കാണാനായി പോവുകയും അമ്മ വാരി പുണരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഇതിന് താഴെ വരുന്ന വെറും നികൃഷ്ട ജീവികൾ എന്ന് പോലും പറയത്തക്ക വിധത്തിൽ അങ്ങനെ പറഞ്ഞു പോകുന്ന ചിലർ കമന്റുകൾ ഇടുകയാണ്. സ്വന്തം അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെയോ ഒക്കെ പ്രായമുള്ള ആ അമ്മയെ വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഈ MLAക്കെതിരെ പരാമർശം നടത്തിയിരിക്കുന്നത്. ചീപ്പായി പോകുന്ന ഇത്തരം കമന്റുകൾ നമുക്ക് എങ്ങനെ തടയിടാൻ സാധിക്കും? ഇന്നലെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായത്. ഇതിന് തലേ ദിവസം നമുക്കറിയാം KSRTC പാലക്കാട് ടു ബംഗളൂരു KSRTC ബസിന്റെ ഫ്ലാഗ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് DYFI പ്രവർത്തകർ നടത്തിയ കൂത്താട്ടം എന്ന് തന്നെ പറയാം, അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടത്. അതായത് ഉദ്യോഗസ്ഥനെ പറയുന്ന വൃത്തികെട്ട ഭാഷയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ, തൻ്റെ മകളുടെ കല്യാണമാണോടോ പോയി വിളിക്കാൻ രാഹുലിനെ ഇത്തരത്തിൽ വിളിക്കാൻ പോയത്, മകളുടെ കല്യാണം ക്ഷണിക്കാനാണോ പോയത് എന്നുള്ള തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ ഖരാവു ചെയ്യുന്നത്, ഒറ്റയ്ക്കിരുത്തി ആ ഉദ്യോഗസ്ഥന്റെ ജോലി പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള DYFIയുടെ അഴിഞ്ഞാട്ടം നമ്മൾ ഇന്നലെ കണ്ടതാണ്. പക്ഷേ അതിൽ ജനങ്ങൾ ഒരു പക്ഷേ പിന്തുണ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. DYFI എന്ന് പറയുന്ന സംഘടനയെ പറ്റി ഒരു പക്ഷേ അതിനകത്തുള്ള നേതാക്കളും അതിനകത്തുള്ള അണികൾ ഉൾപ്പെടെ അവരെ തന്നെ അങ്ങോട്ട് തെറ്റായിട്ടാണ് പറയുന്നത്. കാരണം ഇതെന്തോന്ന് ഇത് കാണിക്കുന്നതെന്നുള്ള ഒരു നല്ല നേതാക്കന്മാർക്ക് ചേർന്ന ഭാഷാപ്രയോഗമല്ല ഇന്നലെ പ്രയോഗിച്ചത്. വലിയൊരു രാഷ്ട്രീയ വിചാരണയാണ് അവിടെ നടത്തിയത്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്ത്? ഏറ്റവും നല്ല അർഹത അദ്ദേഹത്തിനാണ്. അത് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ട് കഴിഞ്ഞു. പാലക്കാട് ടു ബംഗളൂരു നിരവധി നാളുകളായിട്ടുള്ള പാലക്കാട്ടുകാരുടെ ആഗ്രഹമാണ്. നിരവധി കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഞാൻ KB ഗണേഷ് കുമാറിനോട് ഈ കാര്യം ആവശ്യപ്പെടുകയും അദ്ദേഹം അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു, അദ്ദേഹത്തിന് നന്ദി പറയുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, KB ഗണേഷ് കുമാർ അറിയാണ്ട് ഒരു ഫ്ലാഗ് ഓഫ് അവിടെ നടത്തിയിട്ടില്ല. KB ഗണേഷ് കുമാറിന്റെ ഒരു പിന്തുണ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആ ഒരു ഫ്ലാഗ് ഓഫിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. KB ഗണേഷ് കുമാർ കുറച്ച് നാളായിട്ട് ഇങ്ങോട്ടേക്ക് ചാടണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇന്നലെ ഒരു കുപ്പി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വെള്ളക്കുപ്പി പ്രശ്നം ബസ്സിലിട്ടതുമായിട്ട് ബന്ധപ്പെട്ട് 3 ഡ്രൈവേഴ്സിനെ ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അതിനധികം ഏറ്റവും അധികം പ്രതികരിച്ച് CITU ആണ്, തൊഴിലാളി പ്രസ്ഥാനമാണ്. അപ്പൊ അവരുടെ ആ ഒരു തിട്ടൂരമായിരിക്കാം ഒരു പക്ഷേ KB ഗണേഷ് കുമാറിന് പിറ്റേന്ന് തന്നെ ഒരു പണി കൊടുത്തതായിരിക്കാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കാൻ KB ഗണേഷ് കുമാറിന്റെ അനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ DYFI പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം നടത്തി, പിന്നെ അനക്കമില്ല, എങ്ങോട്ട് പോയി? തീർന്നു. രാഹുൽ മാങ്കൂട്ടം അന്തസ്സായിട്ട് പോയി ഫ്ലാഗ് ഓഫ് ചെയ്തു. രാത്രിയിലായിരുന്നു ഒളിച്ചും പാത്തും വന്നത്. പിന്നെ 9 മണിക്ക് പോകേണ്ട ബസ്സിന് പിന്നെ എപ്പോഴാണ് ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടത്? അപ്പോൾ ഒളിച്ചും പാത്തും അദ്ദേഹത്തിന്റെ MLA കാറിലെ എല്ലാവരും അറിയാം. എത്രയോ പേരുണ്ടായിരുന്നു ആ ചടങ്ങിൽ. അത്രയും ആൾക്കാരെ അറിയാണ് വന്നത്. മാധ്യമങ്ങൾ അറിയാത്തത് ഇപ്പം അദ്ദേഹത്തിന്റെ കുറ്റമല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലൊരു കർത്തവ്യം ചെയ്തു. അദ്ദേഹം തിരിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം DYFI കിടന്നങ്ങ് തിളച്ച് മറിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വൈകുന്നേരം ഒരു പോസ്റ്റ് ഇട്ടു, KB ഗണേഷ് കുമാറിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അപ്പൊ കൃത്യമായ മറുപടി തന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് മാധ്യമങ്ങൾക്കാണെങ്കിലും ഈ പറഞ്ഞുള്ള CPM പാർട്ടിക്കാർക്കാണെങ്കിലും. അതിനിടയിലാണ് ഇന്നലെ മറ്റൊരു വീഡിയോ, ഇപ്പൊ ശ്രീജ ആദ്യം പറഞ്ഞ ഒരു വീഡിയോ പുറത്തു വരുന്നത്. പാലക്കാടുള്ള ഒരു സാധുവായ ഒരു പാവം പിടിച്ച ഒരുപാട് പ്രായം ചെന്ന ഒരു അമ്മൂമ്മ, നമ്മുടെയൊക്കെ അമ്മൂമ്മയെന്ന് തന്നെ പറയാം, അമ്മൂമ്മയുടെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. ആദ്യം സ്വന്തം കൂട്ടുകാരിയാന്ന് തോന്നുന്നു. അമ്മൂമ്മ വിളിച്ച് പറയാണ്, എൻ്റെ മോൻ ഇവിടെ എത്തി എന്നുള്ളതാണ്. ഒരു പക്ഷെ അതിൽ തന്നെയുണ്ട് ആ സ്നേഹം. എൻ്റെ മോൻ ഇവിടെ എത്തി, ആര് എന്ന് മറുതലയ്ക്ക് ചോദിക്കുന്നുണ്ട്. എൻ്റെ മോൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മര്യാദയ്ക്ക് പറയുന്നില്ല, അതുപോലും പറയാൻ പറ്റുന്നില്ല. അതായത് അമ്മ ചോദിക്കുന്നുണ്ട് ആരായിരിക്കും പറയുന്നു പറയുന്നുണ്ട്. അപ്പൊ അതായത് അവർക്ക് അറിയാമായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തെ മകനെ പോലെയാണ് കാണുന്നത്. അതെ, എൻ്റെ മകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ
മറുതലയ്ക്കിൽ ഫോൺ കൊടുക്കുന്നു. അപ്പം ക്ഷേത്രത്തിൽ എന്തോ വരണം എന്ന് പറയുന്നു, തീർച്ചയായിട്ടും വരാം എന്ന് പറയുന്നു, കാണാം എന്ന് പറയുന്നു. പിന്നീട് ഈ അമ്മ കെട്ടിപ്പിടിക്കുന്നതും മോനെ നിനക്ക് വേണ്ടി നിരവധി നേർച്ചകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ബന്ധുക്കാരോ പറയുന്നുണ്ട് അമ്മ ഈ രാഹുലിനെ പറ്റിയുള്ള TV ചർച്ചകളൊക്കെ വരുമ്പോൾ വല്ലാണ്ട് മാറിയിരുന്ന് കരയുമെന്ന്. കാരണം ഒരു അമ്മയ്ക്ക് അറിയത്തുള്ളൂ ഒരു മകൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ മകനുണ്ടാവുന്ന വേദന. ഒരു പക്ഷെ രാഹുലിന്റെ അമ്മയെ പോലെ നിരവധി അമ്മമാര്, രാഹുലിനെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് ആ വേദന മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അത്രയേറെ ആ അമ്മ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത്രയേറെ മകനായിട്ട്, സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പിന്നെ രാഹുലിന് വേണ്ടി എന്നും നേർച്ചകൾ ചെയ്യുമെന്നും ക്ഷേത്രങ്ങളിൽ പോകുമെന്നും നമുക്ക് പോകണം ആ ക്ഷേത്രത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. രാഹുലും ഒരമ്മയെ പോലെ തന്നെ അവരോട് ഇടപെടുന്നത് നമുക്ക് കണ്ടു. ഇതാണ് രാഹുലിനെ മറ്റുള്ള നേതാക്കന്മാരിൽ നിന്ന് വേർതിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെ, രാഹുലിനെയൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവരുടെ നേതൃപാടവം, അവരുടെ ഒരു പ്രത്യേകതയാണ് ജനങ്ങൾക്ക് ഇത്രയധികം അവരോട് സ്നേഹം. തെറ്റുകളുണ്ടായിരിക്കാം, മനുഷ്യ സഹജമാണ്. പക്ഷെ ആ തെറ്റുകൾ തിരുത്തി വരുന്ന ഒരു നേതാവാണ്. പക്ഷേ എനിക്കതിൽ വിചിത്രമായി തോന്നിയത് ശ്രീജ, അതിനകത്ത് വന്ന കമന്റുകളാണ്. ആ കമന്റിൽ ഒന്ന് ആനി ജോർജ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഫേസ്ബുക്ക് ID തന്നെ ഫേക്ക് ആയിട്ടുള്ള ഇത്. സത്യം പറഞ്ഞാൽ ഈ കമന്റ് വായിച്ചുകൂടാത്തതാണ്. കാരണം ഒരു പക്ഷെ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ അമ്മയും രാഹുലിനെയൊക്കെ കുറ്റം, പക്ഷെ അത് വായിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ശ്രീജ. കാരണം അത് ഈ മറ്റുള്ള പ്രേക്ഷകരും മലയാളികളും അറിയണം. അതിനകത്ത് വായിക്കുന്ന എഴുതിയേക്കുന്ന കമന്റ്, DYFI പറയും പോലെ ഈ അമ്മച്ചിയുടെ വയറ്റിൽ ഉണ്ടാവുമോ ആവോ. ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ, ഫേക്ക് ആയിക്കോട്ടെ, അതൊരു മനുഷ്യന്റെ കരമാണല്ലോ, അതാണോ പെണ്ണോ, ആനി ജോർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിലാണോ പെണ്ണോ ആയിക്കോട്ടെ, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഒന്ന് വിലയിരുത്തുക. DYFI പറയും പോലെയാണോ ആ അമ്മച്ചിയുടെ വയറ്റിലും. അതിന് മുന്നേ അവർക്ക് തന്നെ ഒരു കമന്റ് വരുന്നുണ്ട്. അദ്ദേഹം അവരൊരു വയസ്സായ ഒരു അമ്മയാണ്, ഇങ്ങനെയുള്ള വൃത്തിയുടെ സംസാരിക്കുന്നു പറയുമ്പോൾ അവര് അതിനൊരു മറുപടി നൽകുന്നത്, സഹോദരൻ ഞാൻ DYFIക്കാരെയാണ് പറഞ്ഞത്, രാഹുലിനെയും അമ്മച്ചിയും ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നുമുണ്ട്. പക്ഷെ അത് എത്ര പറഞ്ഞാലും ഇങ്ങനെ ഒരു ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിപ്പോൾ DYFIക്കാരെ ആ കാര്യം പറഞ്ഞോട്ടെ, ആരും പറഞ്ഞോട്ടെ, പക്ഷെ ഇങ്ങനെ എടുത്തിട്ട് ഇത് മാത്രമല്ല, അതിന് മുന്നേ പല കമന്റുകളും വന്നിട്ടുണ്ട്. അതിന് മുന്നേ പല വ്യത്യസ്തമായിട്ടുള്ളത് പല വൃത്തികെട്ട കമന്റുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 70 റേഞ്ച് പിടിക്കുന്നുണ്ടോ ആവോ. ഇത്തരത്തില് ഒരു അമ്മച്ചി, അതായത് ഒരുപക്ഷെ രാഹുലിന്റെ മുത്തശ്ശി എന്ന് തന്നെ പറയാം. നമുക്ക് ആ വീഡിയോ ഒന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് ശേഷം ഇതിന്റെ വീഡിയോ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. കാണാത്തവർക്ക് കണ്ടു കാണുമായിരിക്കും നിരവധി പ്രേക്ഷകർ. അപ്പം അതിൽ കണ്ടു കഴിഞ്ഞാൽ രാഹുലിന്റെ മുത്തശ്ശിയായിട്ട്, അമ്മയായിട്ടല്ല, ഒരു മുത്തശ്ശിയായിട്ടേ തോന്നത്തുള്ളൂ. അത്രയും സ്നേഹത്തോടെയും വാത്സല്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ തെറ്റോ ആയിക്കോട്ടെ ശരിയായിക്കോട്ടെ, പക്ഷെ നമ്മൾ മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ, സഹോദരിയെ പോലെ, സഹോദരനെ പോലെ കാണുമ്പോൾ ഇത്രയും മ്ലേച്ഛമായ ഭാഷയിൽ മലയാളിക്ക് മാത്രമേ കമന്റുകൾ ഇടാൻ പറ്റൂ എന്നുള്ളത് വേണം ഓർത്തിരിക്കാൻ. കാരണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയപ്പം ഒരു യുവതി ഒരു സെൽഫി എടുത്തതിന് എന്തായിരുന്നു, അതിനും എന്തൊരു വൃത്തികെട്ട ഭാഷയായിരുന്നു. പ്രത്യേകിച്ച് CPMന്റെ സൈബർ ഇടങ്ങളിൽ എന്തൊരു വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിച്ചത്. ഇത് ഇവർക്കേ പറ്റത്തോളം. CPMന് മാത്രമേ ഇത്തരത്തിൽ മ്ലേച്ഛമായിട്ടുള്ള വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുക. അത് സ്ത്രീകളെ വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ഉള്ളിൽ ഒരു സ്ത്രീകളോടൊരു ബഹുമാനം, സ്ത്രീപക്ഷം എന്ന് പറഞ്ഞാൽ സ്ത്രീകളോടൊരു ബഹുമാനം എന്തെങ്കിലും വേണ്ടേ. അവർ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന ചില സ്ത്രീകളുണ്ട്. അല്ലാതെ ഒരു യഥാർത്ഥ സ്ത്രീകൾ, ഒരു സാധാരണ കുടുംബത്തിലെ അല്ലെങ്കിൽ പ്രായം ചെന്നവരെ ബഹുമാനിക്കുക ഇവർക്ക് അറിയണ്ടേ. അത് ഞാൻ എല്ലാ CPMകാരെയും അല്ല പറയുന്നത്, കുറച്ചുപേരെ അസൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. അവൻ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഏത് വീട്ടിൽ ഏത് പാതിരാത്രിയും കേട്ടാം, എവിടെയും നമുക്ക് അവരുടെ കൂടെ പോകും. അതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എനിക്കൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള SFI പ്രവർത്തകരെയാണ്. ഞാനൊക്കെ സ്കൂളിൽ, ഞാൻ SFIയിൽ ഈ പറഞ്ഞോണം മത്സരിക്കാൻ നിന്നിട്ടുണ്ട്. പണ്ട് ഞാനും ഒരു SFI പ്രവർത്തകയായിരുന്നു. അപ്പൊ അത്തരത്തിൽ എനിക്ക് അന്ന് KSUവും SFIയും വന്നപ്പോൾ പോലും എനിക്ക് ചായ്വ് വന്നത് SFIയോടാണ്. കാരണം അതിലെ ഒരു പ്രവർത്തനം എന്ന് പറയുന്ന ഒരു ഇൻസ്പിറേഷൻ. അവിടുത്തെ ചേട്ടന്മാര് അവർ പറയുന്ന വാക്കുകൾ നമ്മളിങ്ങനെ പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അവർ നമ്മളെ കെയർ ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ ഇന്ന് അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വരുന്ന യുവതലമുറകളെ DYFI SFI പ്രവർത്തകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അത് ആണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും നിങ്ങൾ ആശയത്തോട് പൊരുതുക, നിങ്ങൾ ആശയത്തോട് എതിർക്കുക. അല്ലാതെ ഒരു സ്ത്രീയുടെ തുമ്പും പിടിച്ചുകൊണ്ട് മറ്റുള്ള നേതാക്കളുടെ പുറകെ പോകാതെ അതിലൊരു കൃത്യത ഉണ്ടായിരിക്കണം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെ നമുക്കറിയാം. ഇവിടെ പരാതിക്കാരിയില്ല, കേസ് FIR ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും പരാതിയില്ല.
അത്തരത്തിലൊരു ആരോപണ വിധേയൻ ഏതോ 1-2 പെൺകുട്ടികൾ വന്ന് നിന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു പെൺകുട്ടി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? റിനി കൊടുത്ത കേസ് എന്തായി? അവിടെ ഒരു തരത്തിലും ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനെ ഒന്ന് വിളിപ്പിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ റിനി കൊടുത്തിരിക്കുന്നതിനകത്ത് ബലമില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ന്യായമില്ല, നീതിയില്ല അവിടെ റിനിക്ക്. അപ്പൊ റിനിക്ക് മാത്രമല്ല, ഹണിക്കായാലും മറ്റുള്ളവർക്കല്ല. അപ്പൊ അവർക്ക് സൈബർ ഇടങ്ങളിൽ നിന്ന് ഇത്രയും അറ്റാക്ക് വരാനുള്ള കാരണം ഇത് മലയാളികൾ മൂളയുള്ളവരാണ്, മന്ദബുദ്ധികളല്ല എന്നുള്ള രീതിയാണ്. അപ്പൊ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില സ്വകാര്യ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രം പുറത്തു വിട്ടുകൊണ്ട് അദ്ദേഹത്തിനെ ഇത്രത്തോളം ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇരു ഭാഗങ്ങളിലും ചില തെറ്റിദ്ധാരണകളുണ്ട്, ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പരാതിക്കാരി ഇല്ലാത്തിടത്തോളം കാലം, ഒരു പരാതി ഇല്ലാത്തിടത്തോളം കാലം അദ്ദേഹം അവിടെ സ്വതന്ത്രനാണ്. അദ്ദേഹത്തിനെതിരെ ഇത്രത്തോളം ഇത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്കൊന്ന് ചൂണ്ടു. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഇന്നത് ആ ശബരിമല വിഷയം, എത്ര കൊള്ളക്കാരാണ് നമ്മുടെ ഭരണം നടത്തുന്നത്, കടൽ കൊള്ളക്കാരാണ് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും വിറ്റ് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കാതെ എന്തേ? ഇന്നലെ KSRTC ബസ് 3 ട്രെയിൻ ഇന്നലെ അദ്ദേഹം കുഴഞ്ഞു വീണു. നമ്മൾ ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒന്നും നമുക്കറിയില്ല, പക്ഷെ എന്നെ ഇങ്ങനെ മാനസികമായിട്ട് തളർത്തത്തക്ക രീതിയിൽ ഇത്രയും പ്രചരിപ്പിച്ചപ്പോൾ എല്ലാവരും എന്നെ തുറിച്ചു നോക്കുന്നത് കാണുന്നു, എനിക്കത് മാനസികമായിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ മന്ത്രിയെ പോലെ റീൽ എടുക്കുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു സാധാരണ ഡ്രൈവറാണ്. ഒരു കുടുംബത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കൂട്ടിമുട്ടിക്കാൻ പെടുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന വ്യതകളുണ്ട്. അതിനെതിരെ നിങ്ങൾ പോരാടും. നിങ്ങൾ KB ഗണേഷ് കുമാറിനോട് ഇതൊക്കെ ചോദിക്കാൻ ചെയ്യുന്നത്. ഇന്നലെ നിങ്ങൾ DYFI പ്രവർത്തകർ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി. നിങ്ങൾ നേരെ പോകേണ്ട KB ഗണേഷ് മന്ത്രിയുടെ അടുത്താണ്. മന്ത്രി അടുത്ത് ചോദിക്കണം, എന്തിനാണ് ഫ്ലാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ചെയ്യിച്ചെന്ന്. അദ്ദേഹം അറിയാതെ നടക്കൂ? ഇല്ലല്ലോ, അദ്ദേഹം അറിയാതല്ലല്ലോ അവിടെ ബസ് വന്നത്. അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കാതെ ഈ പറഞ്ഞ പാവം പിടിച്ച ഉദ്യോഗസ്ഥന്റെ നേരെ നിങ്ങൾ ചോദിച്ചു. അപ്പൊ ഇത്തരത്തിൽ ആശയങ്ങളോടല്ല പൊരുതുന്നത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നന്മയുള്ള നാടിന് വേണ്ടി, നിങ്ങളുടെ തന്നെ ഭരണകൂടത്തിന് വേണ്ടി നിങ്ങൾ പോരാടൂ. ആദ്യം ശബരിമല വിഷയം അസൽ വിശ്വാസികൾക്ക് മേലുള്ള ഒരു കൊള്ളയാണ് നടന്നത്. നിങ്ങൾ ആ ഭരണകൂടത്തിനെതിരെ ഒന്ന് പോരാടി നോക്കൂ. എന്നിട്ടാവട്ടെ പാവം പിടിച്ച ഒരു അമ്മച്ചിയുടെ പുറകെ. അപ്പൊ ഇതിപ്പം CPMന്റെ സൈബർ ഇടങ്ങളിലാണോ എന്നുള്ള അറിയില്ല. എന്തായാലും അത് ഫേക്ക് ഐഡിയ ആണ്. പക്ഷെ ഇത്തരത്തിൽ മ്ലേച്ഛമായുള്ള ഭാഷ ഇനിയും രാഹുലിന് നേരെ ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ ഈ അമ്മമാരുടെയൊക്കെ എണ്ണം കൂടുകയാണ്. തീർച്ചയായും. കാരണം ഇതേ പോസ്റ്റിന് താഴെ തന്നെയാണ് കമന്റ് വരുന്നത്, രാഹുലെ കയറി വാടാ മക്കളെ, ഞങ്ങൾ അമ്മമാരുണ്ടടാ നിന്റെ കൂടെ എന്ന് പറയുന്ന. കാരണം നമുക്കറിയാം സ്ത്രീകളാണ് കമന്റുകൾ വരുന്നത്. ഇപ്പൊ റിനിയൊക്കെ പറയുന്നോണം റിനിക്കെതിരെ അധിക്ഷേപം ഉയർത്തുന്നത് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്നല്ല, സാധാരണ മനുഷ്യരാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. ഒരു പക്ഷേ അവിടെ ഒരു ഭാഗത്ത് നീതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേസ് എടുത്തേനെ. പലതും റിനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നായിരുന്നു. ഇനി പലതും പുറത്തു വിടുന്നു, ഇനി ഇതിൽ കൂടുതൽ എന്തോന്ന് പുറത്തുവിടാൻ? ഗർഭചിത്രം വരെയായി. ഇനി ഒരു മനുഷ്യൻ എന്തോന്ന് ഇനി പെൺവിഷയത്തിൽ സഹിക്കും? ഒന്നുമില്ല, എല്ലാം പുറത്തു വിട്ട് കഴിഞ്ഞു. ഇനി അതിൽ കൂടുതൽ ഒന്നുമില്ല. അതിൽ ലെവൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ വല്ലതൊക്കെ ഉണ്ടായിരിക്കും, വല്ല ചാറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ റിനിയോടോ അല്ലെങ്കിൽ ഈ സ്ത്രീകളോടോ എനിക്ക് അവരോടൊക്കെ സഹതാപേ ഉള്ളൂ. കാരണം നമ്മൾ നീതി തേടിയായിരിക്കും പോകുന്നത്, പക്ഷെ അവിടെ ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം. രാഹുൽ ഇപ്പോഴും മൗനത്തിലാണ്. ശ്രീജിക്ക് അത് മനസ്സിലായി. ഈ സ്ത്രീ ഇപ്പം രാഹുൽ എല്ലാം എക്സ്ട്രീം ലെവൽ കഴിഞ്ഞു. രാഹുലിനെതിരെ ഗർഭചിത്രത്തിന്റെ കഥകൾ വരെ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് അതിലും ഉപരി ഒന്നും കിട്ടാനില്ല, അല്ലേ? ഒന്നുമില്ല കിട്ടാൻ. ഇനി ഒരു മനുഷ്യന് കിട്ടാവുന്നതിന്റെ എക്സ്ട്രീം ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി തിരിച്ചിട്ട് ആക്രമിക്കുക അദ്ദേഹത്തിന്. ഈ ഒരു ഭാഗം വോയിസ് ക്ലിപ്പും ഒരു ഭാഗം ചാറ്റിങ്ങും വിട്ടു എല്ലാവരും കണ്ടല്ലേ. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് മൊത്തത്തിലെടുത്തങ്ങ് വിട്ടുകൂടെ? ഈ മൊത്തത്തിലെടുത്ത് വിട്ടാൽ ഈ സ്ത്രീകൾ നാറും. കാരണം ഇത് ഉഭയകക്ഷി പ്രകാരമുള്ള ചാറ്റിംഗ് ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഈ 3.5 വർഷത്തെ ചാറ്റിങ്ങിൽ റിനിയും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതൊക്കെ പകുതിയൊക്കെ കട്ട് ചെയ്തിട്ടാൽ ഈ സ്ത്രീകളായിരിക്കും ഒരു പക്ഷേ മോശക്കാരാവുന്നത്. ഇനി പരാതിക്കാരി ഇല്ലാത്ത എവിടുത്തെ ഒരു ഗർഭചിത്രം, അതിന്റെ മുഴുവൻ രൂപവും എന്തുകൊണ്ടാണ് രാഹുൽ വിടാത്തത്? അത് രാഹുലിന്റെ മാത്രമായിട്ടുള്ള സ്വകാര്യത നിറഞ്ഞ തീരെ ബഹുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കാം. രാഹുലും ആ പെൺകുട്ടി, ഞാൻ ആ പെൺകുട്ടിയും കുറ്റപ്പെടാം. അത് എങ്ങനെ ഓഡിയോ ക്ലിപ്പ് വന്നു എന്നുള്ളതാണ് നമ്മൾ
ഏതായാലും ആ പെൺകുട്ടിയായിട്ട് വിടത്തില്ല, കാരണം അവരുടെ സ്വകാര്യതയാണ്, അവരുടെ ജീവിതമാണത്. ആ സ്വകാര്യത ഇപ്പോഴും മാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ അവർ ഇതല്ല ഈ ഇവരെയൊക്കെ റിനിയുമായിട്ടുള്ള സൗഹൃദമാണെങ്കിൽ എല്ലാം മാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് രാഹുൽ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം അഴിച്ചുവിടാം, കാരണം എല്ലാം തകർന്ന ഒരു സ്ഥാനത്ത് നിൽക്കുവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ പദവി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം, കരിയർ, അദ്ദേഹത്തിന്റെ വില നില എല്ലാം പോയി കിടക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെയും തകർക്കാൻ തിരിച്ചിട്ട് പ്രയോഗിക്കാം. പക്ഷെ അത് ചെയ്യാത്തത് ഒരുപക്ഷെ ഈ സ്ത്രീകളോടുള്ള ബഹുമാനം, പിന്നെ തൻ്റെ സ്വകാര്യതയിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, മാത്രമല്ല തീരെ സ്വകാര്യതയും അല്ലെങ്കിൽ അദ്ദേഹം ബഹുമാനിക്കുന്നതുമായിട്ടുള്ള ചില വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം. അതിലേക്ക് അദ്ദേഹത്തിനെ കടക്കാതിരിപ്പിക്കുക. കാരണം എന്ത് വിഷയവും കേരളത്തിൽ നടന്നാലും നേരെ രാഹുലിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്ന ഈ CPM-ന്റെ ഒരു സ്ഥിരം പണിയായിട്ടിരിക്കുകയാണ്. ഇന്നലെ ശബരിമല വിഷയം നിയമസഭയിൽ വന്നപ്പോഴാണ് DYFI പ്രവർത്തകർ പാലക്കാട് ഇത്തരത്തിലുള്ള ക്ഷോഭം കാണിച്ചു. ഇന്ന് കാണിക്കണ്ടായിരുന്നല്ലോ. വേറെ എന്തെങ്കിലും വിഷയം, അടിയന്തര പ്രമേയം, ലോക്കപ്പ് മർദ്ദനം എടുത്തിട്ടപ്പം വീണ്ടും പാലക്കാട് ഈ പ്രക്ഷോഭങ്ങൾക്കിടയിലും പ്രതിഷേധങ്ങൾക്കിടയിലും 6 സുപ്രധാന ബില്ലുകൾ അവിടെ സൈഡിൽ കൂടെ പാസ്സാക്കുന്നുണ്ട് എന്നത് കൂടി ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും. എന്തായാലും പാലക്കാട് രാഹുൽ തരംഗം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഏതൊക്കെ നിലവാരം കുറഞ്ഞ കമന്റുകൾ ഇട്ടാലും ലവലേശം പോലും രാഹുലിനെ സ്നേഹിക്കുന്നവർക്കോ അത് ബാധിക്കുകയില്ല എന്ന് വ്യക്തമാവുകയാണ്. KB ഗണേഷ് കുമാറിന് അടക്കം നന്ദി പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ Facebook പോസ്റ്റുകളും തരംഗമാവുകയാണ്. തീർച്ചയായും അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം. നമസ്കാരം.